ഇങ്ങനത്തെ കൈക്കൂലിയൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തിനാ സർക്കാർ ജോലി? കണ്ണൂരിൽ നിന്നും ലോഡ്ജ് മുറിയിൽ നിന്ന് പിടിക്കപ്പെട്ട 2 യുവാക്കളും യുവതികളും. ഇതിൽ ഒരു യുവതി തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പറയുന്ന കാര്യങ്ങളാണിത്. സർക്കാർ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലി നൽകുന്നതെന്ന്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരുടെ മുഖത്ത് നോക്കുവാനും എനിക്ക് ഒരു ഭയവുമില്ല. ഞാനിപ്പോൾ എവിടെയാണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെയാണ്. ഇങ്ങനെ MDMയുമായെല്ലാം എന്നെ പിടിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ട് പോലീസ് എന്നെ ജയിലിലടിച്ചില്ല എന്നാണ് ഈ യുവതി പറയുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയ പോലീസുകാർ തന്നെയാണ് അവിടെ MDMA വെച്ചതും ഞങ്ങളെ ഇത്തരത്തിൽ കുടുക്കിയത് എന്ന്. ഓ പിന്നെ അതല്ലേ പോലീസുകാരുടെ പണി. അങ്ങനെ കൈക്കൂലി വാങ്ങി നിന്നെ കൊടുക്കാൻ നീ ഏതാ കേന്ദ്രമന്ത്രിയുടെ മകളും? റമദാൻ മാസത്തിൽ മുസ്ലിങ്ങളായ 2 യുവതികൾ ചെയ്ത കാര്യമാണിത്. 4 ദിവസത്തോളം കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ഇവർ അന്യപുരുഷന്മാരായ 2 പേരുമൊത്ത് ലോഡ്ജ് മുറികളിൽ രാസലഹരി ഉപയോഗിച്ചു വന്നത്. ഇതിൽ ഒരു യുവതി വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയുമുണ്ട്. ഭർത്താവ് ഗൾഫിലാണത്രേ. ശേഷം ആ യുവതിയെ ഭർത്താവ് ഒഴിവാക്കി എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഈ യുവതിയെ ഇപ്പോഴും വീട്ടിൽ തന്നെ വീട്ടുകാർ സംരക്ഷിച്ചിരിക്കുകയാണ്. താനൊരു തെറ്റും ചെയ്തില്ല എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. റമദാൻ മാസത്തിൽ അന്യപുരുഷരുമൊത്ത് ദിവസങ്ങളോളം ലോഡ്ജ് മുറിയിൽ കഴിഞ്ഞത് ഒരു തെറ്റായി ഈ പെൺകുട്ടി ഇപ്പോഴും കാണുന്നില്ല. കേട്ടില്ലേ അവളുടെ ഒരു ഹിക്മത്ത്? വീട്ടിൽ നിന്ന് ഇവർക്കിടയ്ക്കിടെ കോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം ഫോൺ കൈമാറി കൂട്ടുകാരികളുമൊത്താണ് ഉള്ളത് എന്നുള്ളത് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഈ പെൺകുട്ടികൾ. തുടർന്ന് എക്സൈസ് പോലീസ് പിടിക്കപ്പെട്ടപ്പോഴാണ് യുവതികൾ ഇത്തരത്തിൽ അന്യപുരുഷന്മാരുമായി ദിവസങ്ങളോളം ലോഡ്ജുകളിൽ കഴിയുകയാണെന്നുള്ള സത്യം വീട്ടുകാർ പോലും അറിഞ്ഞത്. റഫീനയും ജസീനയും. ഇതിൽ ഒരു പെൺകുട്ടിക്ക് ഭർത്താവുണ്ട്. അദ്ദേഹം വിദേശത്ത്. ഇവരുടെയെല്ലാം ഭാവി ഓർത്ത് കഷ്ടപ്പെടുകയാണ്. ഒരു കുഞ്ഞും ഇവർക്കുണ്ട്. ആ കുഞ്ഞിനെ പോലും പരിഗണിക്കാതെ ദിവസങ്ങളോളം ലോഡ്ജ് മുറികളിലെത്തി MDMA ഉപയോഗിച്ച് ഈ യുവതിയും യുവാക്കളും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ. ഇത്രയേറെ അദമ്പതികൾ. അതിനുശേഷം ഇതിലെ ഒരു യുവതി വന്ന് പറയുന്നത് പോലീസുകാർ കൈക്കൂലി വാങ്ങി തങ്ങളെ കുടുക്കിയതാണെന്ന്. അതിനും മാത്രം എന്താണ് നിന്റെ പക്കലുള്ളത്? നീ ഇവിടെ ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെയോ ഭാരവാഹികളുടെയോ മക്കളോ കുടുംബമോ ആണോ? പിന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് പോലീസുകാർ നിന്നെ ഇത്തരത്തിൽ വ്യാജ കേസുണ്ടാക്കി കൊടുക്കുന്നത്? ഏതായാലും തലക്ക് വെളിവില്ലാത്ത തരത്തിൽ സംസാരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. രാസലഹരിയുടെ ഉപയോഗം ഈ സഹോദരിയുടെ തലച്ചോറിനാണ് ബാധിച്ചത് എന്നാണ് ആ വീഡിയോ കണ്ടപ്പോൾ ആദ്യം മനസ്സിലാക്കിയത്. എന്തുകൊണ്ട് തന്നെ ഒഴിവാക്കി എന്നുള്ള ചോദ്യത്തിന് എക്സൈസുകാർ ഇപ്പോൾ മറുപടി നൽകിയിട്ടുണ്ട്. കുറഞ്ഞ അളവിലുള്ള MDMA ആണ് ഇവരുടെ കയ്യിൽ നിന്നും കിട്ടിയത്. അതുകൊണ്ട് തന്നെ റിമാൻഡിൽ വാങ്ങാതെ ഇവരെ ജാമ്യത്തിൽ വിടുകയായിരുന്നു. എന്നാലും സഹോദരി, നിങ്ങളെ പേരിൽ ഇപ്പോഴും കേസുണ്ട്. അതിൻ്റെ പിന്നാലെ നിങ്ങൾ നടക്കേണ്ടി വരികയും ചെയ്യും. എനിക്ക് യാതൊരു ഭയവുമില്ല എന്നും ആരുടെ മുഖത്തേക്ക് നോക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നും നിങ്ങൾ എൻ്റെ ഫോട്ടോ പല ചാനലുകളിലിട്ട് പ്രചരിപ്പിക്കുന്നു എന്നും അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നും ഈ യുവതി തുറന്നു പറയുന്നു. സ്വയം രക്ഷ കിട്ടാൻ വേണ്ടി ഇത്തരത്തിൽ ബുദ്ധിയില്ലായ്മത്തരം വിളിച്ചു പറഞ്ഞ ഒരു സ്ത്രീയെ ഇതിനു മുമ്പൊന്നും കണ്ടില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം.